ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ സബീർ അലി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹംദുള്ള, അമേനി ബ്ലോക്ക് കോൺഗ്രസിന്റെ കരുത്തനായ നായകൻ ജനാബ് നാസിം സാഹിബ്, മറ്റെന്റെ പ്രിയപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പൊതുയോഗ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഇവിടെ ഈ ലക്ഷദ്വീപിൽ NCP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ചും മർഹൂം PM സയ്യിദ് സാഹിബിനെ കുറിച്ചും തെറി പറയാൻ മാത്രം കെട്ടിവെച്ച ഒരു പൊതുയോഗ പരിപാടികളുടെ നടക്കുകയുണ്ട്. ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ വരികയുണ്ടായി. ആ ലക്ഷദ്വീപിന്റെ മണ്ണിൽ ഇറങ്ങുവാൻ ഉപയോഗിച്ച അഗത്തിദ്വീപിലെ വിമാനത്താവളത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട നാട്ടുകാരെ? നേതാവ് മർഹൂം PM സയ്യിദ് സാഹിബ് ലക്ഷദ്വീപിന് സമ്മാനിച്ച ഒരു മാണിക്യക്കല്ലാണ് ഈ പറയപ്പെടുന്ന ലോകത്തിന്റെ 3 അത്ഭുതങ്ങൾ. ഏറ്റവും സുന്ദരമായ ലോകത്തിലെ 3 എയർപോർട്ടുകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് എന്റെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദ് സാഹിബ് സമ്മാനിച്ച അഗത്തിദ്വീപിലെ എയർപോർട്ടാണെന്ന് പറയുമ്പോൾ, ആ എയർപോർട്ടിൽ ഇറങ്ങി നരേന്ദ്രമോദി ഈ ലക്ഷദ്വീപിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്റെ നേതാവിന്റെ മഹത്വമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കടപ്പുറത്ത് കാറ്റുകൊണ്ട ഒരാൾ തൊപ്പിയുമിട്ട് ദഫിട്ട് ഇമാമത്ത് നിൽക്കുവാൻ അറിയാവുന്ന ഒരു MP ലക്ഷദ്വീപിൽ വന്നപ്പോൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ പോയി വെള്ളിയാഴ്ച സ്കൂളിൽ പോയി പഠിക്കണമെന്ന്. പ്രിയപ്പെട്ട അധ്യാപകന്മാർ, കുട്ടികൾ, നമ്മുടെ മക്കൾ, നാം വെള്ളിയാഴ്ച പരിശുദ്ധമായ ജുമയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മക്കൾ പുസ്തക ബാഗുമായിട്ട് അവർ സൈക്കിളിലും മറ്റുമൊക്കെ സ്കൂളിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട അധ്യാപകർ പള്ളിയിൽ വരാൻ പറ്റാതെ സ്കൂളിലേക്ക് പോകുന്നു. ഇതിനെതിരെ ലക്ഷദ്വീപിലെ ഈ പറയപ്പെടുന്ന തങ്ങളെന്ന് പറഞ്ഞു ഉറ്റം കൊള്ളുന്ന മുഹമ്മദ് ഫൈസലിന് ഇതിനെതിരെ ഒരു മെമ്മോറാണ്ടം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ട NCP-കാരാ നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾ